2 ദിവസം മുന്നേ ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെ മലയാറ്റൂർ പോയായിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാണ്ട് പോണത് കേട്ടോ. സമയം എത്രയും 8:17 അപ്പോൾ നമ്മൾ മലയാറ്റൂർ പോവാണ്. ഞാൻ ഒറ്റയ്ക്കല്ല, നമ്മുടെ വിഭീഷനും കൂടെ നമ്മുടെ കൂടെ ഉണ്ട്. നമ്മൾ രണ്ടും കൂടെയാണ് ഇപ്പോൾ മലയാറ്റൂർ പോണത്. എന്തായാലും അവിടെ ചെന്നിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയാണെന്ന് അറിയാൻ പാടില്ല. അവിടെ എത്തിയിട്ട് ബാക്കി വീഡിയോ എടുക്കാം. കുറച്ചൊന്നും ഓടിയിട്ടത് ഈ ഒരു റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് കുറച്ച് ചായ കുടിക്കുകയാണ്. കാരണം മലയൊക്കെ കയറാനുള്ളതാണ്. നമ്മപ്പോൾ എത്ര മണിക്ക് എത്തിയപ്പോൾ? ഇപ്പോൾ 12:19 ആയിട്ടാണ്. നമ്മളിപ്പോൾ വന്ന വഴിക്ക് ഭയങ്കര ബ്ലോക്കാണ്. ഇപ്പോൾ എനിക്ക് തോന്നണ 7 കിലോമീറ്ററോളം 7-8 കിലോമീറ്ററോളം ഈ അനങ്ങാതെ ഒരു ബ്ലോക്ക് നിങ്ങൾക്ക് മനസ്സിലാലോചിക്കാൻ പറ്റും. അതുപോലത്തെ ഒരു ബ്ലോക്കായിരുന്നു. ബൈക്ക് കൊണ്ട് വന്നുകൊണ്ട് മാത്രം ഗ്യാപ്പിൽ എടുത്തെടുത്ത് പോരാൻ പറ്റി. എനിക്ക് ഉറപ്പാണ് ആ അറ്റത്തു നിന്നുള്ള ആൾക്കാർ ഇവിടെ എത്തുമ്പോഴത്തേക്കും എന്തായാലും നേരം വെളുക്കും. അമ്മാതിരി ആൾക്കാരാണ്, ഇഷ്ടംമാതിരി. ഇവിടെ വന്നപ്പോ കണ്ട മക്കളാണ്ടാ രണ്ടുപേര്. പേരെന്താണ് മക്കളുടെ? ഒരുമിച്ച് നിക്കടാ. ആദിദേവ്, ടെനിൽ. രണ്ടുപേരും മെഴുകുതിരി സെയിലടിക്കാന്നല്ലേ. നിങ്ങപ്പ എപ്പ ഇറങ്ങും? ഒരുമിച്ച് നിക്കടാ, കിട്ടള്ള 6 മണിയാകുമ്പോ ഇറങ്ങുമല്ലേ? രണ്ടുപേരും ഒപ്പം ഇറങ്ങണേ? മോൻ ആദ്യം ഇറങ്ങുമല്ലേ? രണ്ടുപേരും വീടെടുത്ത് തന്നെയാണോ? ഒരേ സ്കൂളിലാണ് പഠിക്കുന്നത്? ഓക്കെ. എപ്പോഴാ ഇറങ്ങുന്നത്? അപ്പോ 5 ഇറങ്ങിയിട്ട് നാളെ വരെ ഉണ്ടാവും അല്ലേ? ആണോ? ഓക്കെ. പരിചയപ്പെട്ടത് സന്തോഷം. ഓക്കെ, ശരി, നടക്കട്ടെ. മല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1.5 മലയുള്ളോ. ഇതിന്റെ ഇടയിൽ കൂടെ ഒക്കെ കയറണോണ്ട് ഔട്ടാണല്ലോ. അങ്ങനെ കുറച്ചു നേരം നമ്മ മല കയറി എത്തിക്കഴിഞ്ഞപ്പോ ഇനി അടുത്ത മല വന്നേക്കണ്ട. ഭയങ്കര കയറ്റമുണ്ടോ മച്ചന്മാരെ, ഒരു രക്ഷയില്ലാത്ത കയറ്റമാണ്. അത്യാവശ്യം കയറാനാണ് മുകളിലോട്ട്. ഇപ്പൊ അവിടെ നിന്നാണ് കയറി വന്നത്. ഇതേപോലെ തന്നെ ഇനി മുകളിലോട്ട് ഇനിയും കയറാനുണ്ട്. നമ്മിപ്പോ കുറച്ച് കയറി. എന്റെ നോക്കോ കണ്ടില്ലേ? ഇപ്പൊ വന്ന മാറ്റം എന്ന് പറയുന്നത് ഇപ്പൊ ഒരു മലയുടെ ഏതാണ് 3/4 ഭാഗം കയറി തോന്നുന്നു, ആദ്യത്തെ മലയുടെ. പക്ഷെ ഹാർട്ട് ബീറ്റ് പടപടാന്നിരിക്കുന്നുണ്ട് പാവം. പിന്നെ വർക്കൗട്ട് പോരാ, ഭയങ്കരമായിട്ട് വേർത്തിട്ടുണ്ട്. ഇനി കയറണം. നോക്കട്ടെ. കയറി വന്ന കയറ്റം എന്ന് പറയുന്നത് നല്ലൊരു കയറ്റം ഉണ്ട്. ഒരു 45-50 ഡിഗ്രി ആയിട്ട് ഒരു കയറ്റം ഉണ്ടാവും. വലിയൊരു കുരിശായിട്ട് തന്നെ ഉണ്ടോ. അവിടുത്തെ വസ്ത്രങ്ങൾ ഇവിടം വരെ എത്തിയില്ല. ഭയങ്കര വലിയൊരു കയറ്റമാണ് ഇവിടെ ഉള്ളത്. മേലക്ക് തയ്യൽ കൂടാതെ വലിയൊരു കയറ്റം കയറി. പക്ഷെ നല്ലോണം വേർത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഹാർട്ട് ബീറ്റ് നല്ലോണം ഇടിച്ചിട്ടുണ്ട്. നമുക്ക് റെസ്റ്റ് എടുത്തിട്ട് കയറാമെന്നാണ് വിചാരിക്കണേ. പിന്നെ അത് മാത്രമല്ല ചെവിട് ചെറുതായിട്ട് അടഞ്ഞിട്ടുണ്ട്. അവസാനം വേർത്ത് കുളിച്ച് എന്നാലും ഇവിടെ എത്തിയിട്ടാ. മല ഇറങ്ങണ്ട. ഇപ്പോഴേ 5ാമത്തെ കുരിശ് കഴിഞ്ഞ് താഴത്തേക്ക് നോക്കുമ്പോൾ ഭയങ്കര അലർച്ച കേട്ടോ. എനിക്ക് തോന്നുന്നു വലിയ കുരിശായിരിക്കും കയറ്റിക്കൊണ്ടാണ്. അതായിരിക്കും ഇത്ര സൗണ്ടും അവരത്ര ആവശ്യത്തോട് വയ്ക്കുന്ന ഒച്ചെടുക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാട്ടോ. എൻ്റെ അമ്മ
എടുക്കട്ടെ എടുക്കുവാണേ ഇവിടെ പൊന്മല കയറ്റം ഒരു ഭയങ്കര വലിയൊരു കുരിശാണ്ട കയറ്റിക്കൊണ്ടിരിക്കണേ. രണ്ട് പടമൊക്കെ വെച്ചിട്ടാണ് വലിച്ചു കയറുന്നത്. കുറെ പേരുണ്ട്. നമുക്കിനി 4ാമത്തെ കുരിശിന്റെ അവിടെ ഉണ്ട് നമ്മൾ നിൽക്കണത്. ഇനിയിപ്പോ അത്രയും ദൂരം ഇനിയിപ്പോ നമുക്ക് മല ഇറങ്ങാനുണ്ട്. മല ഇറങ്ങിയിട്ട് കാണാം. നല്ല അടിപൊളി വൈബല്ലേ. ഈ ഒരു സ്ഥലം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. വിശ്രമിക്കാം, ഇവിടെ കുറച്ച് നേരം ഇരിക്കാന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെ സമയം 4 മണിയായപ്പോൾ നമ്മൾ മല ഇറങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ തിരിച്ചു പോയാൽ മതിയല്ലോ, വേറെ പരിപാടിയൊന്നുമില്ല. എത്രയും പെട്ടെന്ന് വീടെത്തണം, കിടന്നുറങ്ങണം, അത്രേ ഉള്ളൂ.